ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിതാ സൺഡേ ഉച്ചയ്ക്ക് ശേഷമുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളിതാ വണ്ടിയിൽ കയറി സേഫായിട്ട് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിരിക്കുകൊണ്ട് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. പിന്നെ മോൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, മോള് പിറകെ ഇരിക്കുകൊണ്ട് മോൾക്ക് ഫ്രണ്ടിൽ വന്നിരിക്കണമെന്നുണ്ട്, അങ്ങനെ അവരിയ്ക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇങ്ങനെ ഇരുന്നേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലെത്തി കേട്ടോ. ബീച്ചിലെത്തിയിട്ട് നമ്മളിത്തിരി നടക്കുകയാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു ഇവിടെ അങ്ങോട്ട് നമുക്ക് വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മൾ 4 പേരുമായിട്ട് കേട്ടോ. ഇങ്ങനെ എനിക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ 4 പേരും അതാ നടന്നു പോവുകയാണ് കേട്ടോ. എനിക്ക് നടത്തം വളരെ കുറവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വണ്ടിയിൽ കയറുക, ഷോപ്പിലെത്തുക, തിരിച്ച് വീട്ടിലേക്ക് വരിക. അങ്ങനെ വീണ്ടും ഞങ്ങളിതാ വർക്കല ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നേരെ തിരുക്കൂടി ഫ്രണ്ടിലോട്ടിട്ട് അത്രയും നടത്തം ഒഴിവാകുമെന്നും പറഞ്ഞുകൊണ്ടാണ്. എന്നാലും നേരെ നടന്നു വന്നപ്പോൾ നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല ബീച്ചിലോട്ട് വന്നു. ബീച്ചിലോട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 6 മണിയായി. ഈ ടൈമേ നമുക്ക് പറ്റത്തുള്ളൂ. കാര്യം വീട്ടിൽ ചെന്ന് പിന്നെ മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കിടന്നിട്ടൊക്കെ എണീക്കുമ്പോൾ ഒരു ടൈമാവും. പിന്നെ സന്ധ്യയ്ക്ക് ശേഷം ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ സൺറൂഫിൻ്റെ മുകളിൽ 2 ആർമാദിക്കാണ് ഗൈസ്. അതിൻ്റെ കൂടെ ഒരു ഡാഗിനി അമ്മൂമ്മയുടെയും കുട്ടൂസിൻ്റെയൊക്കെ ഒരു മന്ത്രവാദി വടിയും കൂടി മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഈ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ ചോക്കോബാറാണ് മേടിച്ചത്. എനിക്ക് ഇങ്ങനത്തെ ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒക്കെ പറയുന്നവർക്ക് ഇങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലിഷ്ടം. പിന്നെ നമ്മൾ നേരെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരവൂര് കാപ്പിലുണ്ടല്ലോ, അതുവഴിയാണ് കേട്ടോ പാസ് ചെയ്ത് പോകുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കയറി. നമ്മൾ റമീസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്. അവിടെ ആകുമ്പോൾ ഫുഡൊക്കെ നമുക്ക് നല്ല ഐറ്റംസ് കിട്ടും. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. അങ്ങനെ ഇക്കായും മോനും കൂടി ഇതാ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ചൊക്കെ റിസർവ്ഡ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 4 പേർക്കും മതിയല്ലോ സീറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കയറിയിരുന്നു. അങ്ങനെ വെള്ളം വന്നു, ഇനി അടുത്ത പാത്രം വരും. അപ്പം ഈ ഒരു ഭരണി അവിടെ എനിക്ക് എപ്പോഴും കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, ഇങ്ങനെ തുറന്ന് നോക്കാൻ. അത് ഒന്നിൽ ടൊമാറ്റോ സോസ്, പിന്നെ ഒന്നിൽ ഈ മുളക് ഉപ്പിലിട്ടത്, പിന്നെ ഒന്നിൽ അല്ലാണ്ട് വരുന്ന എന്തോ ഒരു ഐറ്റമാണ്. പിന്നെ ഇക്ക സൂപ്പ് പറഞ്ഞു കേട്ടോ, ചിക്കൻ സൂപ്പ് എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ അത് പറഞ്ഞു. അത് ഇക്കായും മോനും കൂടി കഴിക്കുകയാണ് കേട്ടോ. മോന് ചൂടുകൊണ്ട് പൊള്ളിപ്പോയി. പിന്നെ നമുക്ക് വേണ്ടുള്ള ഐറ്റംസൊക്കെ വന്നു. ചില്ലി ചിക്കൻ വന്നു, വീശപ്പം വന്നു, ബെറോട്ട ഉണ്ടായിരുന്നു, പിന്നെ പെരി പെരി അൽഫാമായിരുന്നു കേട്ടോ. അത് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അവിടുത്തെ എല്ലാ ഫുഡും അടിപൊളിയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു ഗൈസ്. പിന്നെ റൊമാൻ റൊട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് അതൊക്കെയാണ് ഇഷ്ടം. എനിക്ക് ഞാനൊരു ബെറോട്ട എടുത്തു. പിന്നെ ഇതാണ് കേട്ടോ റൊമാൻ റൊട്ടി വരുന്നത്. പിന്നെ ഞാൻ എന്താ ചില്ലി ചിക്കനും കൂടി എടുക്കുകയാണ് ഗൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ. ചില്ലി ചിക്കനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ എന്തോ പറയുന്നത്, നമുക്ക് പുറത്തുനിന്ന് കഴിക്കണമെന്ന് തോന്നുന്നില്ലല്ലോ. എപ്പോഴും പുറത്തുനിന്നല്ലല്ലോ കഴിക്കുന്നത്. മോള് വീശപ്പമാണ് എടുത്തത്, മോൻ റൊമാൻ റൊട്ടി എടുത്ത്. അതുപോലെ തന്നെ വീശപ്പവും ബെറോട്ടയും എല്ലാം കൂടി മിക്സ് ചെയ്താണ് അവൻ എടുത്തത്. പിന്നെ കുറച്ച് പെരി പെരി അൽഫാമിൽ നിന്ന് കുറച്ചും കൂടി എടുത്തു. പിന്നെ അതും നല്ല വെറൈറ്റിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ഒക്കെ ആ സൈഡിൽ ഇരിക്കുകൊണ്ട് അങ്ങനെ അതൊക്കെയായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ബെറോട്ട പിച്ചിയിട്ട് കുറച്ച് ചില്ലി ചിക്കനും കൂടിയൊക്കെ എടുത്ത് കഴിച്ചു ഗൈസ്. പിന്നെ അതിനുശേഷം ലൈമാണ് കേട്ടോ കുടിച്ചത്. ഞാൻ സോഡ ലൈമാണ് പറഞ്ഞത്, മോള് മിൻറ്റിൻ്റെ ലൈമാണ് പറഞ്ഞത്. അങ്ങനെ ലൈമൊക്കെ കുടിച്ചു. മോനിതായിരുന്നു കുടിക്കുകയാണ്. അവൻ മാത്രം ലാസ്റ്റായി പോയി എന്ന് പറഞ്ഞ് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ പുറത്തോട്ട് വന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഒരു ഞായറാഴ്ചത്തെ വ്ളോഗ്. നെക്സ്റ്റ് ഒരു വ്ളോഗുമായിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ.